ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാഹീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു റെഡ് വെൽവെറ്റിന്റെ കേക്ക് റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. എങ്ങനെ കുറഞ്ഞ ചെലവിൽ നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം. എൻ്റെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ ഫുഡ് കളർ ചേർക്കുന്നത്. ഞാനിവിടെ ലിക്വിഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം റെസ്പെറി റെഡിന്റെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ജെൽ കളറാണ് ഇതിലേക്ക് ചേർക്കുന്നതെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ മതിയാകും. ഇനി ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ, 1/2 ടേബിൾ സ്പൂൺ ഇവിടെ ഞാൻ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മുട്ട ഇവിടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ 1 kgന്റെ കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ 4 മുട്ടയാണ് ഇതിലെടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ 1/4 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിത് വിസ്ക് ഉപയോഗിച്ചും ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ വളരെ പെട്ടെന്ന് ആയിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബീറ്റർ യൂസ് ചെയ്തിരുന്നത്. ബീറ്റർ യൂസ് ചെയ്ത് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 8-10 മിനിറ്റിനുള്ളിൽ ഇത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇത് നമുക്ക് ബീറ്റ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോ നല്ലതുപോലെ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ കളറ് കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് ഇത് 1 സൈഡിലേക്ക് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നല്ലതുപോലെ നമ്മുടെ ബാറ്ററി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു കേക്ക് മോൾഡിലേക്ക് മാറ്റാം. ഞാൻ ആദ്യം തന്നെ കേക്കിൻ്റെ മോൾഡ് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിനി ഒരു 3-4 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വരുന്ന എയർ ബബിൾസ് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ റൈസ് പോട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇതിലേക്ക് നമ്മുടെ ബാറ്ററിന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തെടുക്കാം. ഇത് ഇനി ഒരു 30-35 മിനിറ്റോളം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ 30 മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു നീഡിലോ അല്ലെങ്കിൽ സ്റ്റിക്കോ വെച്ച് നമുക്ക് കുത്തി നോക്കാം. ഇപ്പം നമ്മുടെ കേക്ക് നല്ലതുപോലെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ട്രേയിലേക്ക് മാറ്റാം. അടിയൊന്നും കരിക്കും പോകാതെ നല്ലതുപോലെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആണെന്ന്. ഇത് നമുക്ക് ഇനി 3 ലെയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ വരുന്ന എക്സസ് ആയിട്ടുള്ള കേക്ക് പീസസ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് 3 ലെയറായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ മുന്നേ ഇവിടെ ഫ്രീസറിൽ ഒരു ബൗൾ തണുപ്പിക്കാൻ വെച്ചിരുന്നു. ഇതിലേക്ക് നമുക്ക് ഇനി 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് സ്റ്റിഫ് ആവുന്നത് വരെ നമുക്കൊരു ബീറ്ററോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ച് നല്ലതുപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി 1/4 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കറിയാം ബൗളിൽ നിന്ന് പോരാത്ത വിധം നല്ലതുപോലെ സ്റ്റിഫായിട്ടുണ്ട്. ഇനി പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എഡ്ജ് നമുക്ക് കട്ട് ചെയ്യാം. ഈ പൈപ്പിംഗ് ബാഗ് ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇനി കേക്ക് ട്രേയിലേക്ക് നമുക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ലതുപോലെ വെറ്റാകുന്നത് വരെ ഇതിലേക്ക് ഷുഗർ സിറപ്പ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ വെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓവനും ബീറ്ററും ഇല്ലാത്തവർക്കും വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇനി നമുക്ക് ഒരു സ്പാച്ചുലർ വെച്ചിട്ട് ഇത് ആകെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇനി സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കാം. നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിൽ നമുക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു സ്പാച്ചുലർ ഉപയോഗിച്ച് ഇതാകെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ എല്ലാ സൈഡും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ക്രീം വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ സൈഡിലും ഞാൻ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു സ്പാച്ചുലർ ഉപയോഗിച്ചിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് നമുക്ക് എല്ലാ സൈഡും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. സ്ക്രാപ്പർ കയ്യിലില്ലാത്തവർക്ക് ഒരു ATM കാർഡോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാർഡുകളോ ഉപയോഗിച്ച് നമുക്ക് ഇത് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ സൈഡൊക്കെ നല്ലതുപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പാച്ചുലർ ഉപയോഗിച്ച് നമ്മുടെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് നമുക്കൊരു ബൗൾ വെച്ചിട്ട് കവർ ചെയ്യാം. ഇതിൽ നമ്മുടെ എക്സസ് ആയി വന്നിട്ടുള്ള കേക്ക് പീസസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബൗൾ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് റോസറ്റിൻ്റെ ഒരു നോസിൽ വെച്ചിട്ട് ഇതുപോലെ എല്ലാ സൈഡും നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാ സൈഡും ഞാനിവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷെൽ നോസിൽ വെച്ചിട്ട് നമ്മുടെ ബോർഡർ ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൽ വെച്ചിട്ടുള്ള ഗ്ലാസ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കിനി നമ്മൾ കട്ട് ചെയ്തപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള കേക്ക് ക്രംസ് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി വരുന്ന ക്രംസ് നമുക്ക് സൈഡിലൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കുറഞ്ഞ ചിലവിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും എന്നെ അറിയിക്കണം. താങ്ക് യു.